അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം 10 വർഷം ആയതിനു ശേഷം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയം എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇതിൽ ചില ആളുകൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും 2014 തുടങ്ങിയ ഒരു പ്രസ്ഥാനം കുറച്ച് നല്ല രീതിയിലായി വന്നതൊരു 3-4 കൊല്ലം ആയപ്പോഴാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടും പുറത്ത് പോയി അതിൻ്റെ സ്പെഷ്യലൈസേഷനായിട്ട് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ കൊണ്ടുവന്ന്, അപ്പോൾ അത് പെട്ടെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി. ആളുകൾക്കല്ല, ഡോക്ടർമാർക്ക്. കാരണം കച്ചവടം പൂട്ടിപ്പോകുന്ന പരിപാടിയാണ്. എല്ലാത്തിനും മരുന്ന് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നമ്മൾ നേരെ ആദ്യം നമുക്ക് അല്ലാത്ത രീതിയിൽ നോക്കാം, തീരെ പറ്റത്തില്ലെങ്കിൽ നമുക്ക് മരുന്നിലേക്ക് വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നും ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നത്തെ സമയത്ത് എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളൊരു ഡോക്ടറാണ് എന്ന് വിചാരിച്ച് അവസാനം ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ സിവിയർ തുടങ്ങിയ സമയത്ത് 144 സെക്ഷൻ ഉള്ള സമയം, അതായത് പുറത്ത് ഒരു മനുഷ്യൻ പോലും ഇറങ്ങരുത് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു 100ഓളം പേഷ്യൻസ് ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ ബോർഡ് വരെ എടുത്ത് മാറ്റി വെക്കുന്ന ഒരു രീതിയിലേക്ക് വന്നായിരുന്നു. അതായത് ദൂരെ നിന്നുള്ള ആൾക്കാർ സത്യവാൻമൂലം എഴുതിയിട്ട് ഡോക്ടർ മനോജ് ജോൺസനെ കാണാൻ എന്ന് പറഞ്ഞേച്ച് പോലീസുകാർക്ക് കൊടുത്ത്, അപ്പോൾ അങ്ങനെ പോലീസുകാർക്ക് മൊത്തം എന്നെ പരിചയമായി. ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട്, ഇത് എവിടെ ഈ പാലായിൽ ഇത്രയും സ്ഥലത്ത് ആൾക്കാർ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയായി. അതേപോലെ പോലീസുകാർ നോട്ടപ്പുള്ളിയാക്കി വെച്ചു, ഇത് എവിടെയാണ്, എന്താ സംഭവം, ഇത് ഒറ്റയടിക്ക് ഇത്രയും ആൾക്കാർ. അന്ന് പാലയിലുള്ള ക്ലിനിക്കുകൾ മൊത്തം ക്ലോസ് ആയിരുന്നു, ചെറിയ ക്ലിനിക്കുകൾ ഒന്നും ഓപ്പൺ ഇല്ല. ആ സമയത്താണ് നമുക്ക് ഈ 100ഓളം ആൾക്കാർ ക്യൂ ആയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. അതേപോലെ ആ നാട്ടിൽ നമ്മൾ വേറെ സ്ഥലം മതിയാത്തതുകൊണ്ട് മാറി വന്നപ്പം അവിടെ വിചാരിച്ച് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ബ്രദറുണ്ട്. ആ ബ്രദറിനെ കാണാനാണ് ഈ ആൾക്കാരെല്ലാവരും വരുന്നത്. പുള്ളി തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കും, രോഗം മാറും. അങ്ങനെയാണ്. കാരണം ആകെ അറിയാവുന്നത് അവിടെ പുറത്ത് കുറേ വണ്ടികൾ മാത്രമാണ്, ഈ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്നുള്ള ധാരണയില്ല. അപ്പോൾ ഇങ്ങനെ ഡേ ബൈ ഡേ ഇതായി. ലക്ഷദ്വീപിൽ നിന്നൊക്കെ എന്താ പറയുക, ട്രാവലർ അവിടുന്ന് എറണാകുളത്ത് വന്ന് ട്രാവലർ പിടിച്ച് രാവിലെ വന്ന് അവിടെ അടുപ്പ് കൂട്ടി രാവിലെ ചായ ഉണ്ടാക്കി, ഫുഡ് ഉണ്ടാക്കി. ഇപ്പോൾ ഞാനൊരു 8:30, ഞങ്ങൾ രണ്ടുപേരും ഞാനും മരിയ ഡോക്ടറൊക്കെ 8:30 വരുന്ന സമയത്ത് ഫുൾ റോഡ് മൊത്തം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തന്നെ സംശയം, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അസൂയ എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ അടച്ചുപൂട്ടി വീട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ വന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത്, ഒരു ദിവസം 250-300 ആളുകളെയൊക്കെ കാണുന്നൊരു രീതിയിലേക്ക് വന്നു. അങ്ങനെ ഒരു 1-2 കൊല്ലം പോയി. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേനും മനസ്സിലായി, നമ്മുടെ ശരീരം, നമ്മളത് ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ നമ്മുടെ ശരീരം മോശമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ പിന്നെ തീരുമാനിച്ചു, എന്തിനാണ് നമ്മളിങ്ങനെ എത്ര നാൾ നമ്മൾ ജീവിക്കുന്ന പോലെ ഉറപ്പില്ല. പിന്നെ ഓരോ അറ്റാക്കുകൾ വരാൻ തുടങ്ങി. അപ്പം മനസ്സിലായി, പേഴ്സണലി അറ്റാക്ക് ആയിക്കഴിഞ്ഞാൽ, നമ്മളില്ലാതായി കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് അങ്ങ് ഇല്ലാതാവും. അതിനേക്കാളും നല്ലത് നമ്മുടെ കോൺസെപ്റ്റിനോട് യോജിക്കുന്ന ഡോക്ടർമാർ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും നമ്മുടെ അടുത്ത് വരികയും അവരെ ഞാനത് ഈ പറയുന്ന നമ്മുടെ പ്രോട്ടോകോൾസ് ഒക്കെ, കാഴ്ചപ്പാടുകൾ, രീതികളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഇത്. അപ്പം കോഴിക്കോടിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ വരും. 15 ദിവസം കഴിഞ്ഞ് വരാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ദൂരമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോഴിക്കോടിൽ നിന്ന് ഏത് ഡോക്ടറാണ് നമ്മുടെ അടുത്ത് വന്നത് ആ ഡോക്ടറെ കൊണ്ട് കോഴിക്കോടിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി. പിന്നെ എറണാകുളത്ത്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ക്ലിനിക്കുകൾ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. അതായത് ബിസിനസ് ഇതിനകത്ത് ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഈ പറയുന്ന ഇത്രയും സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും എല്ലാം ആയായ ഡോക്ടർമാർ തന്നെയാണ് ആ ക്ലിനിക്കിൻ്റെ ഓണർമാരും ആ ക്ലിനിക്ക് നടത്തുന്നതും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നമ്മളിലേക്ക് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അത്രയും ദൂരയാത്രയൊന്നും ചെയ്ത് മടുക്കാതെ അവരവരുടെ നാട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇത്രയും ബ്രാഞ്ചുകൾ വന്നത്. അത് തുടങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ ഒരിക്കലും നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടല്ല. അപ്പം ഞാൻ, എൻ്റെ വൈഫ് ഡോക്ടർ മരിയ, ഞങ്ങൾ രണ്ടുപേരും പാലയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ വരുന്ന ആൾക്കാരിൽ ഒത്തിരി തിരുവല്ല തുടങ്ങിയ സമയത്ത്, തിരുവല്ല തുടങ്ങിയിട്ട് 1 മാസത്തോളം ലൈസൻസ് ആയിട്ടില്ലായിരുന്നു. പക്ഷെ ആ 1 മാസത്തിൽ തന്നെ 1400-ലധികം ആൾക്കാർ ബോർഡ് പോലും ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ചികിത്സ എടുത്ത് പോയിട്ടുണ്ട്. അപ്പം
ഇത്രയേറെ ഡിമാൻഡ് വന്ന് ക്രിയേറ്റ് ആയിട്ട് അവർക്കൊരു വിശ്വാസമാണ്. ജോൺ മരീൻസ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വിശ്വാസമാണ്, അവിടുത്തെ ഡോക്ടർമാർ ഞങ്ങൾക്കൊരു വിശ്വാസമാണ്, അവർ ഞങ്ങളെ പറ്റിക്കത്തില്ല, ഞങ്ങളെ വെറുതെ ചൂഷണം ചെയ്യത്തില്ല, വെറുതെ ഓരോ കാര്യങ്ങൾ ഓരോ പറഞ്ഞ് ഇതാക്കത്തില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഒരു ദിവസം 1000-ലധികം ആൾക്കാരാണ് നമ്മുടെ ക്ലിനിക്കുകളിൽ വന്നു പോകുന്നത്. അപ്പം നമ്മൾ ഒരു സൈഡിൽ ഒരിടത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം ഡൽഹിയിലായാലും പൂനെയിലായാലും ബാംഗ്ലൂർ ആയാലും നെക്സ്റ്റ് ചെന്നൈയിൽ ഈ എല്ലാ സ്ഥലങ്ങളിലെല്ലാം വരുന്നതിൻ്റെ മെയിൻ കാര്യം നമ്മളോട് താല്പര്യത്തോട് വരുന്ന ഡോക്ടേഴ്സിൻ്റെ കാരണം കൊണ്ടാണ്. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ ആളുകളോട് പറയുന്നതാണ്. ഈ പറയുന്ന എല്ലാ സക്സസ് കാര്യങ്ങളും പറയുമ്പോഴും ഓരോ തവണയും ഓരോ സ്റ്റെപ്പിലും ഓരോ പ്രശ്നങ്ങളായിരുന്നു. ഒരു ഡോക്ടർ, ഞാൻ പേര് പറയുന്നില്ല, ആ ഡോക്ടർ മെയിനായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2 പേരെ ക്ലിനിക്കിന് മുമ്പിൽ നിർത്തിയേക്കുക എന്നുവെച്ചാൽ അങ്ങോട്ട് ആരും വരുന്നവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. അതായത് US ഒരു സർജൻ വന്നു, ന്യൂറോ സർജൻ വന്ന സമയത്ത് ഈ ഡോക്ടറുമായിട്ട് ഇവിടുത്തെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് അത് എനിക്ക് മനോജ് ഡോക്ടറെ കാണണം, എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞപ്പം അവരേ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അവസാനം അത് വിട്ടവരെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാൽ അവർ വന്ന സമയത്ത് 2 പേര് അവിടെ നിന്നേച്ച് ഇവരുടെ വണ്ടിയുടെ അവിടെ വന്നേച്ച് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞേച്ച് നിങ്ങൾ ഇവിടെ തിരിച്ചു പോകും എന്ന് പറഞ്ഞ രീതിയാണ്. അത് ക്ലിനിക്കിന് പുറത്തിരുന്ന് നടക്കുന്ന അറിയുന്നില്ല. പക്ഷെ എന്നിട്ടും ഈ ഡോക്ടർ നമ്മുടെ അടുത്ത് വന്നേച്ച് പറഞ്ഞു നല്ല വിരോധം ഉണ്ടല്ലോ, കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ വരുന്നു എന്ന് അറിയുകയും എൻ്റെ സമയം നോക്കി കാത്തിരുന്നിട്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട്. അതായത് ഒരു ന്യൂറോ സർജൻ കൺസൾട്ടേഷൻ വരിക എന്ന് പറഞ്ഞാൽ സഹിക്കത്തില്ല, വേറെ ആരും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഉള്ള രീതി വന്നു. അപ്പോൾ തുടങ്ങിയ സമയത്ത് അവർക്ക് ഫേസ്ബുക്കിൽ വേറെ ഫോട്ടോ ഒന്നും കിട്ടാത്തത് കൊണ്ട് എൻ്റെയും ആ സമയത്ത് എൻ്റെ മോൻ ഒരു 1.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ 2 പേരിങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോ എടുത്തേച്ച് വാട്സപ്പിലൂടെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ വ്യക്തി വ്യാജനാണ്, ഈ വ്യക്തിയുടെ അടുത്ത് ആരും പോകരുത് എന്നൊക്കെ പറഞ്ഞു വെച്ച്. അപ്പം വേണമെങ്കിൽ ആലോചിക്കായിരുന്നു ഇതൊക്കെ ചൈൽഡ് ആക്ട് പ്രകാരം അകത്ത് പോകുന്ന കേസാണ്. പക്ഷേ അന്നൊന്നും റിപ്ലൈ കൊടുക്കാനോ അതിന് പറയുകയോ നടന്നില്ല. അത് കഴിഞ്ഞേച്ച് 8ഓളം കേസുകൾ റെയ്ഡ് പോലീസ് തന്നെ 2-3 തവണ. ഒരു പ്രാവശ്യം പറഞ്ഞത് 200-250 പേര് വെയിറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4-5 റൂമിൽ ഡോക്ടേഴ്സിനെ നിർത്തിയിട്ട് അവിടെ എല്ലാം പോയി നടന്ന് വരുമ്പം ഈ വരാന്തയിൽ ഒരു പോലീസ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടത്തേക്ക് തിരിയുമ്പോൾ ഇടത്തേക്ക് നിൽക്കും, വലത്തേക്ക് നിൽക്കും, അരങ്ങത്തില്ല. അപ്പോൾ ഞാൻ നോക്കിയ ആരാണ്, അപ്പോൾ ജസ്റ്റ് ID കാർഡ് എടുത്ത് കാണിച്ചു, യൂണിഫോമിലല്ലാതെ അർജൻറ്റായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഇത്രയും ആളിരിക്കുമല്ലേ, പോലീസിൽ നിന്നാണ് സംസാരിക്കണം, അടുത്തേക്ക് വരാമോ? ഓക്കെ, മാറിയിരുന്നു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എടുപ്പിച്ച് മൊത്തം അന്വേഷിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് ക്ലിയറായി, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അതേപോലെ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർ ഫുൾ ഈ ബഹളം ഉള്ള സമയത്ത് നേരെ വന്ന് കയറി മൊത്തം അരിച്ചു പെറുക്കി അനധികൃതമായിട്ട് മരുന്ന് കൊടുക്കുന്നു എന്ന് കംപ്ലൈൻറ്റ് കിട്ടി. ഓക്കെ എന്നാൽ നോക്കിക്കൂ. അപ്പോൾ മൊത്തം മരുന്നുകളെ എടുത്ത് നോക്കി, എന്നിട്ട് അവർ എഴുതി തന്നു ഇവിടെ യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ. അപ്പം പോലീസും കഴിഞ്ഞു, ഡ്രഗ് ഇൻസ്പെക്ടറും കഴിഞ്ഞു. അത് കഴിഞ്ഞ് മെഡിക്കൽ കൗൺസിലിൽ നിങ്ങൾ വ്യാജനാന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് സർട്ടിഫിക്കറ്റ് എന്നത് നിങ്ങളല്ലേ, രജിസ്ട്രേഷൻ എന്നത് നിങ്ങൾ തന്നെയല്ലേ, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ പോരെ? അപ്പോൾ അല്ല, ഇത് എല്ലാവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ടതാണ്. അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇനിഗ്മ എന്ന് പറയുന്നൊരു സംഘടനയാണ്. കാരണം ഡോക്ടർ ഷിംജി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ സാർ ഒന്ന് എഴുന്നേറ്റിരിക്കുമോ? ഇത് ഡോക്ടർ ഷിംജിയാണ്, സൗഖ്യം വെൽനസ് ക്ലിനിക്ക് കാസർഗോഡാണ്, അത് എറണാകുളമുണ്ട്. താങ്ക് യു സർ. ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചത് അവിടെ മെഡിക്കൽ കൗൺസിലിൽ. കാരണം അവിടെ മെഡിക്കൽ കൗൺസിൽ മെമ്പറായിരിക്കുന്ന ഒരാളായിരിക്കണം, ആരെങ്കിലും നമ്മളെ കുറിച്ച് സംസാരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഡോക്ടർ നമുക്ക് നല്ല രീതിയിലുള്ള ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അത് ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് വിജിലൻസ് വന്നു വെച്ചാൽ പഠിച്ച കോളേജ് വരെ പോയിട്ട് അവിടെ മൊത്തം അന്വേഷിച്ച് പിടിച്ച് അവസാനം ഒരു 5:30 ആയപ്പോൾ വന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ സീൻ കാണിക്കുന്നില്ല ഇവിടെ, അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞേച്ച് വന്നത്, വേറെ ഒന്നുമല്ല, ഇവിടെ വന്ന് അന്വേഷിച്ച് ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യണം, അതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഡോക്ടറുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളുടെ കോപ്പി തന്നേരെ ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിജിലൻസ് വന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ അയ്യോ ദൈവം ഇനി വേറെ എന്താണാവും. അപ്പോൾ ഇതെല്ലാം വലിയ മല പോലെ വരികയും അടുത്ത് വന്നിട്ട് നല്ല ഈസി ആയിട്ട് പോവുകയും ചെയ്തു. അന്ന് ശരിക്കും പറഞ്ഞ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഫാദറാണ്, പൊക്കം എഴുന്നേൽക്കുമോ, ഇത് വർഗീസ് ജോൺ എന്നാണ്, എൻ്റെ അച്ഛനാണ്. ഓക്കെ, അച്ഛനാണ് എൻ്റെ അന്നത്തെ ഭയങ്കര ബഹള സമയങ്ങളിൽ ഈ പറയുന്ന
റെയ്ഡുകളും പ്രശ്നങ്ങളും എല്ലാം വന്ന സമയത്ത് പപ്പയാണ് അതിനെല്ലാം ഹാൻഡിൽ ചെയ്ത് എനിക്ക് വലിയ തലവേദനയില്ലാതെ, കാരണം എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരടി കഴിയുമ്പോൾ തന്നെ അടുത്ത ദിവസം അടുത്തത് വരികയാണ്. അതേപോലെ ഒരു വലിയൊരു ന്യൂസ് പേപ്പർ അവർ വന്നേച്ച് പറഞ്ഞു, ഞങ്ങൾ ഡോക്ടറെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാം. ഓക്കെ, നല്ലത്. അപ്പോൾ ഡോക്ടർക്ക് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി ആവും. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ നിൽക്കാൻ മേല, അപ്പോൾ നിങ്ങൾ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. പറയാണ്, ഇല്ല, ഞങ്ങളുടെ രീതിയിൽ എഴുതിക്കോളാം, പക്ഷേ ഒരു 5 ലക്ഷം രൂപ വേണം. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ 5 ലക്ഷം തന്നേച്ച് ഈ എഴുതിപ്പിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ പോയി. പക്ഷേ പാലായിലെ അതിൻ്റെ റിപ്പോർട്ടർ വന്നേച്ച് പറഞ്ഞു, ഡോക്ടറുടെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? ചോദിച്ചോ, എന്തിനാ? അല്ല, പേയ്മെൻറ്റ് തന്ന് നമുക്ക് എഴുതിക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണ്ട, താല്പര്യമില്ല, ഡോക്ടർ ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതിനാ ഞാൻ ദുഃഖിക്കുന്നത്? ഡോക്ടറെ കുറിച്ച് ഞങ്ങൾ എഴുതും. അപ്പോൾ പറഞ്ഞു, ഓക്കെ, അത് നിങ്ങൾ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും നെക്സ്റ്റ് കോൾ വന്നു. അല്ല, നാളത്തെ ഇത് കണ്ടോണം, ഡോക്ടറെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പം യൂട്യൂബിൽ വലവീച്ച രഹസ്യ സ്ത്രീ രോഗ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞു വെച്ച് ഒരു സ്ത്രീയുടെ കയറ്റുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒരു ഹൈപ്പ് കിട്ടുമല്ലോ. അപ്പം ഞാൻ ആലോചിച്ചത് കൊള്ളാമല്ലോ. പക്ഷേ അതിനകത്ത് എഴുതിയതിനകത്ത് 8 മണിക്ക് വന്ന് ആളുകൾ ക്യൂ നിൽക്കും, 500 കൊടുത്താൽ കാണാം, 1000 കൊടുത്താൽ നേരത്തെ കാണാം എന്ന രീതിയിലൊക്കെയാണ്. അപ്പം അതുവരെ 8 മണിക്ക് വന്ന ആൾക്കാർ 5 മണിക്ക് വന്ന് ക്യൂ നിൽക്കാൻ തുടങ്ങി. അതായത് 8 മണിക്ക് വന്നാൽ ഓക്കെ എന്ന് വിചാരിച്ചിരുന്നവർ ഇനി പുള്ളിയെ കാണണമെന്നുണ്ടെങ്കിൽ 8 മണി പോരാ, അതുകൊണ്ട് 5 മണിക്കേ വന്ന് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ രാവിലത്തെ മോർണിംഗ് വാക്കും കാര്യങ്ങളും എല്ലാം മുടങ്ങി, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാര പടിയാനായിട്ട്, ഉപദ്രവിക്കാനായിട്ട് ചെയ്ത മൊത്തം കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനിലാണ്, പാലാ പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ജോൺ മറീൻസിന് വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. കാരണം അവിടുത്തെ പോലീസുകാരെല്ലാം കൺവിൻസ്ഡാണ്, ഇനി യാതൊരു കുഴപ്പമില്ല. അപ്പം ഒരു DYSP വന്നാലും പോലീസ് ഫാമിലിയിൽ ആരെങ്കിലും വന്നാലും ഇവിടെയാണ് പോലീസുകാരാണ് അതിനെ എസ്കോർട്ട് വരുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ഇവിടെയാണ്. ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ക്ലയൻസാണ്. അവരെല്ലാവരും അവരുടെ ഫാമിലിയുള്ള എല്ലാ ആൾക്കാരും വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതേപോലെ തന്നെ ഈ പറയുന്ന ഓരോ പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം മാറി ഇപ്പം ഈയിടയ്ക്കും ഇനിയിപ്പോൾ എന്ത് പറയുന്നത് അതിനെ ഇതാക്കാനുള്ളൊരു രീതിയാണ്. പക്ഷെ എന്തായാലും നമ്മളെക്കുറിച്ചൊരു നെഗറ്റീവ് വരുമ്പോൾ ഒരു സത്യാവസ്ഥ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം പിടിച്ചു നിന്നാൽ മതി, വേറെ ഒന്നും വേണം. പലരുടെയും ഇപ്പോൾ കൊല്ലത്തൊരു ഡോക്ടർ സൂയിസൈഡ് ചെയ്തു. ഒരു സർജനാണ്, ഓർത്തോ സർജനാണ്. അപ്പം ഒരു കൊച്ചിൻ്റെ സർജറി ചെയ്ത് അനസ്തേഷ്യയുടെ പ്രശ്നം കൊണ്ട് മരിച്ചു. പക്ഷേ ആ ഡോക്ടർ നേരെ ഹോട്ടലിൽ ചെന്നു, സ്വന്തം നരമ്പ് മുറിച്ചു, എന്നിട്ട് ബ്ലഡിൽ എഴുതി വെച്ചു ഐ ആം സോറി. പക്ഷേ ആ ഒരു ദിവസം പിടിച്ചേക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ വ്യക്തി അന്ന് എൻ്റെ പ്രായമായിരുന്നു, എൻ്റെ മോൻ്റെ പ്രായമുള്ള മോനായിരുന്നു ആ ഡോക്ടർ കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, ആ വ്യക്തി അത്രയും നന്നായിട്ടൊരു ആശുപത്രി നടത്തി കൊണ്ടുവന്നിട്ട് ഒറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് മൊത്തം പോയി. കാരണം പിടിച്ചു നിൽക്കാനുള്ള കരുത്തില്ലാതായി പോയി. അത് ചിലപ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ കരുത്ത് വേണം. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ വൈഫ് ഡോക്ടർ മരിയൻ ജോർജാണ്. അപ്പം ഡോക്ടറുടെ ഒരു വലിയൊരു സപ്പോർട്ടാണ് പല 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 പ്രശ്നങ്ങളുടെ സമയങ്ങളിലെല്ലാം ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, നമുക്ക് മുന്നോട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആളുകൾ നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു പരിധി കൂടുതൽ എന്നുവെച്ചാൽ ഉത്തരവാദിത്വം കൂടി. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്ലിനിക്ക് തുടങ്ങിയത് എറണാകുളത്താണ്. ഫെമിൻ ഡോക്ടർ ഉണ്ടോ? ഓക്കെ, ഒന്ന് എഴുന്നേറ്റേക്കോ. ഫെമിൻ ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഡോക്ടർ നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, സോൾട്ട് ആൻഡ് പെപ്പറിനകത്ത് നല്ല ഉണ്ണിയപ്പം കഴിച്ചേച്ച് പെണ്ണ് കാണാൻ പോയ സമയത്ത് ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ട് ഇത് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചില്ലേ. അപ്പം അടുക്കളയുടെ ഇരിക്കുന്ന ആളെ കാണിച്ചു. അപ്പം പെണ്ണ് കെട്ടാൻ പോയ ആൾ അവിടുത്തെ കുക്കിനെ കൊണ്ട് വന്നു എന്ന രീതിയിൽ തന്നെ ഞാൻ എറണാകുളത്ത് ഫെമിൻ ഡോക്ടറുടെ ക്ലിനിക്കിൽ ചെന്നു. ഫെമിൻ ഡോക്ടറോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് എല്ലാം കഴിഞ്ഞു, അതിനകത്തൊരു വലിയ ഇൻസിഡൻ്റ് ഒന്നുമില്ല. അത് കഴിഞ്ഞേച്ച് ഞാൻ ആകെ ചോദിച്ചൊരു കാര്യമാണ്, പോരുന്നോ എൻ്റെ കൂടെ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഡോക്ടർ ഓക്കെ എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് എറണാകുളത്ത് ആദ്യത്തെ ഒരു ക്ലിനിക്ക് പാല കഴിഞ്ഞ ചോടം തുടങ്ങുന്നത്. ആ തുടങ്ങിയ ക്ലിനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഫുള്ളായി ഭയങ്കരമായിട്ട് റഷ് കയറി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്ലാൻ ചെയ്യണം, ദൈവം ഇത്ര ആൾ വരുന്നുള്ള എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് കോഴിക്കോട് ഒന്ന് തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഡിസ്കഷൻ വന്നത്. അയാളെ സമ്മതിക്കരുത്, ഇപ്പോൾ കോഴിക്കോട് തുടങ്ങാൻ പോവുകയാണ്, അയാൾ നാട് മുടിപ്പിക്കും, അതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുത്തും ആ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കരുത്. ഇത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഡോക്ടർ, നമ്മുടെ അടുത്ത് ഒത്തിരി പേരുണ്ട് അവിടെ, ഈ ഒരു ഡോക്ടർ ആ വോയിസ് ഇങ്ങോട്ട് ഇട്ട് തന്നു, ഡോക്ടറെ കോഴിക്കോട് തുടങ്ങാൻ ഇവർ എന്ത് ചെയ്താലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ എറണാകുളം തുടങ്ങിയത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം ആളുകൾ കൂടുമ്പോൾ. കോഴിക്കോട് അത് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ അത് കഴിഞ്ഞേച്ച് ഇതൂടെ ആയപ്പം നമുക്കൊരു വാശി കയറി. അപ്പോൾ ഒരു ക്ലിനിക്ക് എക്സ്ട്രാ തുടങ്ങാൻ സമ്മതിക്കാതെ ഇപ്പോൾ 20 ക്ലിനിക്ക് തുടങ്ങാനായിട്ട് ഇവർ തന്നെ ഒരു പ്രചോദനമായി തന്നു. അപ്പോൾ ഒരിക്കലും സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ എവിടെയില്ലാതെ അയ്യോ ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, ഇവരാരും സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇത്രയും ക്ലിനിക്കുകളിലേക്ക്, അത് ഒരു മാസമൊക്കെ 4 ക്ലിനിക്കൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പം ഇത് ഒരു വാശിപ്പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആരും തോപ്പിക്കാൻ നമുക്ക് ഈ പരിപാടി നിർത്തിച്ച് പോകാം, അല്ലെങ്കിൽ ഈ പരിപാടിയുടെ പുറകെ ഒന്നും നിൽക്കാതെ നമ്മുടെ ഗോൾ നോക്കിയിട്ട് വേറെ രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന കാണും മുകളിൽ വളരാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഒന്ന് പിടിച്ചേക്കുന്നത്. ഇപ്പോൾ ഇനി ആര് എന്ത് പറഞ്ഞാലും, ലോകത്തിന് എന്ത് വലിയ സംഭവം സംഭവിച്ചെന്ന് പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല, നല്ല തൊലിക്കട്ടിയായി. അപ്പോൾ അന്ന് തൊട്ടേ നമ്മുടെ കൂടെ സഹായിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും 10-60 ഡോക്ടർമാരുണ്ട്. പക്ഷെ നമ്മുടെ ഇത്രയും ഡോക്ടേഴ്സിനെ ട്രെയിനിങ് ചെയ്ത് പഠിപ്പിച്ച് അവരെ ഒന്ന് നല്ല രീതിയിൽ അവരുടെ ഒരു ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത്, നമ്മളിപ്പോൾ തുടങ്ങുന്ന ആദ്യ സമയത്ത് ഈ ഡോക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് ഡോക്ടർ പ്രവീൺ ജേക്കബ് ഉണ്ട്. ഓക്കെ, ഡോക്ടർ പ്രവീൺ ജേക്കബാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടന്റ് വൈസ് എനിക്ക് സ്ട്രോങ് അല്ല, ഈ സബ്ജക്റ്റ് എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും ഡോക്ടർ കണ്ടന്റ് വൈസ് എല്ലാം റെഡിയാണ്. എനിക്ക് പവർ പോയിന്റ് റെഡിയാക്കി തരാനും കോച്ചിങ് തരാനും അതിനെക്കുറിച്ച് ട്രെയിനിങ് തരാനും. ഞാൻ ചില വീഡിയോകളിൽ എനിക്ക് ഡൗട്ട് വരുന്ന സമയത്ത് എനിക്ക് ആധികാരികമായിട്ട് പറയേണ്ടതാണെന്ന് പറയുമ്പോൾ റിസർച്ചിൻ്റെ എത്ര വേണമെങ്കിലും ഇട്ട് തരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതൊന്നും ഞാനിത് ജസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിന് പുറകിൽ കുറേ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഡോക്ടർക്കൊരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒത്തിരി ക്ലിനിക്കുകളുണ്ട് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ നമ്മൾ ബേസിക്കലി ഒരു പ്രൊഫഷണൽസാണ്, കാരണം ബിസിനസ് ആൾക്കാരല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പലപ്പോഴും ഈ ലാബൊക്കെ നടത്താനായിട്ട്, ഞാനൊക്കെ ലാബൊക്കെ നോക്കിയത് ഒരു നിവൃത്തിയില്ലായിരുന്നു, നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഇതിൻ്റെ റിയേജൻറ്റുകൾ, ഇതിൻ്റെ പരിപാടികൾ അത് നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ ആലോചിച്ചു എന്തിനാണ്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ലാബ് നമുക്ക് വേണ്ട, നമ്മൾ ചെയ്യണ്ട. അത് ലാബ് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവർക്ക് ലാബ് കൊടുക്കുക, അവരത് നടത്തിക്കൊണ്ട് പൊക്കോട്ടെ. അങ്ങനെ നമ്മുടെ കൂടെ ആദ്യ സമയം തൊട്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തതാണ് മെഡിവിഷൻ എന്ന് പറയുന്നൊരു ലാബിൻ്റെ ബെർലി സർ ഒന്ന് എഴുതിക്കാവോ, അതിൻ്റെ MD ആണ് ബെർലി സിറിയാക്. അപ്പം താങ്ക് യു. അതേപോലെ തന്നെ നമുക്കെപ്പോഴും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്, അതും ഡോക്ടേഴ്സായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അതിനകത്ത് ഇനിഗ്മ എന്ന് പറയുന്നൊരു അസോസിയേഷൻ ഉണ്ട്. ഇനിഗ്മ എന്ന് പറയുന്നൊരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാച്ചുറോപ്പതി യോഗ മെഡിക്കൽ ഗ്രാജുവേറ്റ് അസോസിയേഷൻ. അതിനകത്ത് ഒത്തിരിയേറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാവരും നമുക്കൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ്. അതിൽ ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് ക്ലിനിക്കുകളൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. അവിടുത്തെ ഈ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് കത്ത സാർ ഒന്ന് എഴുതിയിരിക്കുമോ? എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ ഡോക്ടറെ പറഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ UAE പോയ സമയത്ത് ഒരു ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പ് ഡോക്ടറുടെ ക്ലിനിക്കിൽ എനിക്കൊരു അവസരം തന്നതാണ് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എടുക്കാനായിട്ടൊരു അവസരം തന്ന ആളും കൂടിയാണ്. അതിനുശേഷം ഒരു 300-ലധികം ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തതാണ്. പക്ഷേ ആദ്യത്തെ പ്രോഗ്രാം എനിക്ക് തന്ന ഒരു ഡോക്ടറാണ്. അപ്പം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതേപോലെ തന്നെ ബിഷഗ്വറ നമ്മുടെ
ഡോക്ടർ ജിതേഷ് നമ്പ്യാർ. ഓക്കെ, ഒന്ന് എഴുതിട്ട്. ഓക്കെ, ഡോക്ടർ ആദ്യം തൊട്ട് തന്നെ നമ്മുടെ ജോൺ മാനിസിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളാണ്. എന്ത് രീതിയിലുള്ള സപ്പോർട്ടുകളും നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ആളാണ്. താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ കൂടെ കൂടിയിരിക്കുന്ന ഒത്തിരിയേറെ ഡോക്ടേഴ്സ് ഉണ്ട്. ഈ ഡോക്ടേഴ്സ് എല്ലാവരും അവർ വേറെ വേറെ ഫീൽഡിലുള്ളവരാണ്. മോഡേൺ മെഡിസിൻ ഉള്ളവരുണ്ട്, ആയുർവേദം ഉള്ളവരുണ്ട്, യുനാനി, സിദ്ധ, ഹോമിയോ, നാച്ചുറോപ്പതി, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം പല ആൾക്കാരെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അതിലൂടെ നല്ല ഉപയോഗപ്പെടുന്ന പല കാര്യങ്ങളെയും കമ്പൈൻ ചെയ്തിട്ടാണ് ജോൺ മാനിസ് എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഈ നമ്മൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഇത് കുറച്ചുകൂടി ജനകീയമാക്കിയ ഒരാളാണ്. ഞാൻ നേരത്തെ ആ വ്യക്തിയെ സ്റ്റേജിൽ വിളിച്ച് അവർക്ക് മെമൻറ്റോസ് ഒക്കെ കൊടുത്തായിരുന്നു. വൈജു ഒരു മിനിറ്റ് എന്തെങ്കിലും നിൽക്കാമോ? ഓക്കെ, താങ്ക് യു. ഇത് വൈജൂസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ MD ആണ്. അപ്പോൾ വൈജു ആണ് ശരിക്കും പറഞ്ഞാൽ ലോകമെമ്പാടും ഈ ഒരു കാര്യം എത്തിക്കാനായിട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അപ്പം ആ ഒരു നന്ദി എപ്പോഴും, അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് വൈജുനെ ഇവിടെ വിളിച്ചു വരുത്തിയത്. കാരണം നമ്മുടെ ഒരു സക്സസ്സിൽ മെയിൻ കാരണമായ ഒരാളും കൂടിയാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഫാമിലിയെക്കുറിച്ചാണ് പറയേണ്ടത്. പക്ഷേ ഫാമിലിയിൽ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. കാരണം അവരുള്ളപ്പോൾ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അവർ കുറച്ച് ദൂരെ നിന്ന് വരുന്നതുകൊണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി തന്നെ. എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എത്ര ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ ഫാമിലി സ്ട്രോങ് ആയിട്ട് നമ്മുടെ സപ്പോർട്ട് നിന്നാൽ നമുക്ക് ഭയങ്കര ഒരു ബലമാണ്. അപ്പോൾ അങ്ങനെ പപ്പൻ്റെ ഇപ്പം എഴുതിയിരിക്കും. ഇത് എൻ്റെ ഫാദറാണ്, അതായത് മരിയൻ ഡോക്ടറുടെ അച്ഛനാണ്. അമ്മ സെലിൻ ജോർജാണ്. താങ്ക് യു. രണ്ടുപേരും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മെൻ്റലി സപ്പോർട്ട് തന്നിട്ട് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. അപ്പം ഒന്നും ഇല്ലാത്ത നമ്മുടെ കൂടെ ഇല്ലാത്ത കാലഘട്ടത്തിൽ തൊട്ട് ഇപ്പോഴും നമ്മുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ്. അതേപോലെ തന്നെ ജോസ് ഒന്ന് എഴുതിയിരിക്കാമോ? അൻവരി ഒന്ന് എഴുതിയിരിക്കും. ഓക്കെ, ഇതെൻ്റെ ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും. ഓക്കെ, അപ്പം ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങളൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നോട്ടീസ് ഒട്ടിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ജോർജ്. അപ്പോൾ അതൊക്കെ ആ സമയത്ത് തൊട്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ ഇത്രയും കാലത്തിൽ ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷത്തിലധികം ആൾക്കാരെ നമ്മളൊരു 3 കൊല്ലത്തിന് മുമ്പ് കണ്ടു തീർത്തതാണ്. പക്ഷേ ഡോക്യുമെൻറ്റ് അധികമില്ല. കാരണം എല്ലാം എഴുത്തിൽ പേപ്പർ നിറഞ്ഞ് പോവുമല്ലാതെ നമുക്ക് ഒരു പരിധി കൂടുതൽ ഇതൊന്നും എടുത്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് തീരുമാനിച്ചത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നമ്മൾ ഇത്രയും ആൾക്കാർ ഒരു ഇതെല്ലാം ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കണം, എല്ലാ സ്ഥലങ്ങളിലും അതിനൊരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പോകണം. അങ്ങനെ നമ്മുടെ കൂടെ ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് വെച്ച് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സൈറ്റ് സോഫ്റ്റ്വെയർ. ഒക്കെ അതിൻ്റെ വിപിൻ MD ഒന്ന് എഴുതിയിരിക്കാമോ? ഓക്കെ, ഇപ്പോൾ ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ബ്രാഞ്ചുകൾ നമ്മൾ കണക്ട് ചെയ്യണം. ഇപ്പോൾ പല കാര്യങ്ങളുണ്ട്. അതേപോലെ 24/7 ഇതിൻ്റെ സപ്പോർട്ടായിട്ട് നിന്ന് പ്രൊസീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഒത്തിരി ഏറെ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ആദ്യം നമ്മുടെ ഡോക്ടർ ജോബിൻ എന്ന് പറഞ്ഞ ആൾ നമ്മൾ സ്റ്റേജിൽ വിളിച്ചായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അതിപ്പോഴും അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ റെഡിയാണ് ആൾ. നമ്മൾ ആ പ്രശ്നം എന്താണെന്ന് പറഞ്ഞേച്ചാൽ മതി, അതിനെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. ഡോക്ടർ ജോബിൻ ഒന്ന് എഴുന്നേൽക്കാമോ? ഓക്കെ, ജോബിനാണ്. ഡോക്ടർ ജോബിൻ ഒരു സീനിയർ നാച്ചുറോപ്പത്താണ്, ഡോക്ടറാണ്. ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആളുകളെ വിടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഡോക്ടറുടെ വൈഫ് ഡോക്ടർ സ്വീറ്റി ഒന്ന് എഴുന്നേൽക്കാമോ? ഓക്കെ.
ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ജോൺ മരീൻസ് പാലായുടെ ഈ ഒരു ഭൂരിഭാഗ കാര്യങ്ങളും ചെയ്ത് ഇതാക്കുന്നത്. കാരണം ജോബിൻ ഡോക്ടർ പലപ്പോഴും ബിസി ആകുമ്പോൾ ഡോക്ടർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എൻ്റെ മമ്മി ഉണ്ടോ എവിടെ ഉണ്ട്? ഓക്കെ, ഇത് എൻ്റെ മമ്മിയാണ്. മമ്മി ശരിക്കും പറഞ്ഞാൽ നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അമ്മയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മംഗലാപുരത്താണ് മെയിനായിട്ടും അവരെല്ലാവരും. അതേപോലെ എൻ്റെ ബ്രദർ സൂരജ് അവിടെ ഒന്ന് മുന്നോട്ട് അവിടെ മതി. ഓക്കെ, അതിൻ്റെ ബ്രദറാണ്. ബ്രദറിൻ്റെ വൈഫ് ശില്പ, ഡോക്ടർ ശില്പ. ഓക്കെ, ഡോക്ടർ ശില്പയാണ് കാസർഗോഡ് ബ്രാഞ്ച് നടത്തുന്ന ആളാണ്. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഒന്ന് പറയാനോ ഒന്ന് സപ്പോർട്ട് കിട്ടാനോ ആയിട്ടൊക്കെ മെയിനായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ ബ്രദർ. അപ്പോൾ ഇത് ഡോക്ടർ മനു ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചത് വളർന്നത് എല്ലാം മംഗലാപുരത്താണ്. പക്ഷേ കേരളത്തിലേക്ക് വരാനായിട്ട് കാരണമായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മനു ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേരളത്തിലേക്ക് വരാനും ഒരു കാര്യത്തിലേക്ക് ഈ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുമായിട്ട് പറ്റിയത്. പിന്നെ സൈലോക്സ് എന്ന് പറയുന്ന ഒരു സൈലോക്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സൈക്കോളജി ട്രെയിനിങ്ങും സൈക്കോളജിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്. സൈലോക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട് കൗൺസിലിംഗ് നമ്മുടെ സെൻറ്ററുകളിലൊക്കെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും കൂടെയുണ്ട്. അവർ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് സമയം തൊട്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി അവരെ ഞാൻ ഓർക്കുന്നു. അതേപോലെ തന്നെ രാകേഷ് മേനോൻ, ഞങ്ങളുടെ ഒന്ന് എഴുതിയിരിക്കുക. രാകേഷ് മേനോൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബിസിനസ്മാനാണ്. പ്ലീസ്, ഏറ്റവും നല്ലൊരു ഓർഗനൈസറാണ്. JC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൊക്കെ നല്ല ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പം ഞാനുമായിട്ട് നല്ല ആത്മബന്ധമുള്ള ആളായതുകൊണ്ടാണ് വിളിച്ചപ്പം വന്നത്. താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ ICICI ബാങ്കാണ് ശരിക്കും പറഞ്ഞാൽ ICICI സൗത്ത് ഇന്ത്യൻ ബാങ്കുമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. പാലായിൽ ശരിക്കും ഒരു രീതിയിൽ ഒരു സ്കാനിങ് പോലും ചെയ്യാനായിട്ട് ഒരു ഡോക്ടർമാരും സമ്മതിക്കത്തില്ല നമ്മൾ എഴുതി കൊടുത്താൽ. അപ്പോൾ അങ്ങനെ അത്ര ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നൊരു സമയത്ത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞേച്ച് ഞങ്ങളെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഡോക്ടേഴ്സിന് ഇതേപോലെ റേഡിയോളജി രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ തന്ന് ക്ലാസ്സുകൾ തന്ന് അതേപോലെ തന്നെ നമ്മുടെ ആൾക്കാരെയൊക്കെ വളരെ നല്ല രീതിയിൽ നോക്കി ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. അത് ടോട്ടൽ സ്കാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ MD ഡോക്ടർ ഷിഹാബ്, അവരുടെ വൈഫ് ഒന്ന് എഴുതിട്ടേക്കോ. ഓക്കെ, റേഡിയോളജിസ്റ്റാണ്. താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ RX ഫാം ഗിരികുമാർ സാറാണ്. അവർ സ്റ്റാർട്ടിങ് സമയം തൊട്ട് തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന ആൾക്കാരാണ്. അതേപോലെ എബി ഒന്ന് എഴുതിയിരിക്കോ. ഇത് നമ്മുടെ GST കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പം പിന്നെ നമ്മുടെ കൂടെ തന്നെ ഉള്ള മെയിനായിട്ട് ഒരാൾ വിട്ടുപോയി, തോമസ് ലിവയോ ഒന്ന് കൈ കാണിച്ച്. ഓക്കെ, തോമസ് ഇവിടെ പാലായിൽ തന്നെ നമ്മുടെ അടുത്തുള്ള ആളാണ്. എല്ലാ ഭൂരിഭാഗവും സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണമെന്നനുസരിച്ച് അറേഞ്ച് ചെയ്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും ഡോക്ടർ അഖില വിനോദ് ഒരു മിനിറ്റ് എഴുന്നേൽക്കാം. ഓക്കെ, ഇത് ഡോക്ടർ അഖില വിനോദാണ്. യോഗാശ്രമം എന്ന് പറയുന്ന യോഗാശ്രമം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എറണാകുളത്ത് നടത്തുന്നതാണ്. നമ്മളെല്ലാവരും ഒരേ പ്രസ്ഥാനത്തിൽ ഉള്ള ആൾക്കാരാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ആലിയ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, താങ്ക് യു. ആയുഷ് മന്ത്രം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നടത്തുന്നതാണ്. നമ്മുടെ ഈ ന്യൂട്രീഷണൽ IV അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആയുഷ് മന്ത്രമായിട്ടാണ് അസോസിയേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഡോക്ടർ അസീം ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ജനറ്റിക് ജീൻ ടെസ്റ്റുകൾ, അതിൻ്റെ പല വേരിയേഷൻസ്. അത് കുട്ടികൾക്കുള്ളതുണ്ട്, മുതിർന്ന ആൾക്കാർക്കുള്ളതുണ്ട്. അതേപോലെ തന്നെ ആൻറ്റി ഏജിങ്, നമ്മളൊരാളുടെ പ്രായത്തിൻ്റെ അതൊരു മുടി കൊഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ റിങ്കിൾസ് വന്നാൽ പോലും ഏത് ജീനിൻ്റെ എന്ത് പ്രശ്നം കൊണ്ടാണെന്നുള്ള കണ്ടുപിടിച്ച് അത് തന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോഡേൺ ടെക്നോളജി ടെസ്റ്റുകൾ, ഡയഗ്നോസിസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അസീഫ് സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. ആൻസി ടീച്ചറാണ്. ജോർജ് സാറും ഉണ്ട്. ഓക്കെ, അപ്പം ആൻസി ടീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ JC എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
കാരണം JC എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ റോട്ടറി ലൈൻസ് പോലൊന്നുമല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഏറ്റവും നല്ലതാണ്. നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിന് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ, നമുക്ക് എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇനി ആർക്കെങ്കിലും അവരവരുടെ നാട്ടിൽ ചേരണം താല്പര്യമുണ്ടെന്നെങ്കിൽ ചേർന്നു, ഏറ്റവും നല്ലൊരു കാര്യമാണ്. വേറെ നാട്ടുകാർക്ക് ഉപയോഗപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത് വിട്ടുകാരെ, പക്ഷേ അവരവർക്ക് മെച്ചം കിട്ടുക. അങ്ങനെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരിയേറെ മെച്ചം കിട്ടാനായിട്ട് കാര്യമായ ഒരു പ്രസ്ഥാനമാണ് JC എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, ജൂനിയർ ചേംബർ ഇൻ്റർനാഷണലാണ്. അപ്പം അതിലേക്ക് എന്നെ വിളിച്ച് അതിൽ ജോയിൻ ചെയ്യിപ്പിച്ച് അതിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും പറ്റിയ, ഒത്തിരിയേറെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ സാധിച്ച ഒരു മെയിൻ വ്യക്തിത്വമാണ് ഡോക്ടർ ആൻസി ജോർജ്. താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ ജിൻസി മാഡം ഒന്ന് എഴുതിട്ട് ഓക്കെ ജിൻസി മാഡവും ആ ഒരു JC എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലൂടെ പരിചയപ്പെട്ട് ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു സപ്പോർട്ട് തന്ന് മുന്നോട്ട് നയിക്കുന്ന ആളാണ്. താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ പ്രദീപ് ദാമോദർ താങ്ക് യു. എനിമ എന്ന് പറയുന്ന അസോസിയേഷനിൽ ഞങ്ങൾ ഒരുമിച്ചുള്ളവരാണ്. ഡോക്ടർ സതീഷ് ആയുഷ്മാൻ അല്ലേ? ആയുഷ്മാൻ ഒരു വെൽനസ് ക്ലിനിക്ക്, അതേപോലെ തന്നെ നല്ല എന്താ പറയുക, ഹൈ എൻഡ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും സിനിമ പ്രൊഡ്യൂസർമാരും അതേപോലെ വലിയ വലിയ ബിസിനസ് ആൾക്കാരെല്ലാവരും വന്നേച്ച് ചേർത്തലയിൽ ക്ലിനിക്ക് റൺ ചെയ്യുന്നതാണ്. നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് തരുന്ന ഒരാളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഞാൻ കുറച്ച് സമയമെടുത്തു. വേറൊന്നുമല്ല, ഈ സമയത്ത് ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനി പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ഉള്ള സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് വളരേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഇത്രയും നേരം ഞാനൊരു 10 മിനിറ്റാണ് ഡയറക്ടർ സാറോട് പറഞ്ഞത്, ജോസഫ് സാറോട് പറഞ്ഞത്. പക്ഷേ അത് കുറച്ച് സമയം കൂടിപ്പോയി. വേറൊന്നുമല്ല, ഇതാണ് ഇതിൻ്റെ മെയിൻ കോർ ഏരിയ. ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകാത്തത് കൊണ്ടാണ്. അപ്പം സോറി സാർ, കുറച്ച് സമയം എടുത്തു. അപ്പം താങ്ക് യു വെരി മച്ച്.